ആനക്കു പകരം മുരുകഭഗവാന് തേരായാലോ? അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്ര ദേവസ്വമാണ് തൈപ്പൂയ മഹോത്സവത്തിന് ഭഗവാന്റെ തിടമ്പെഴുന്നള്ളിക്കുന്നതിനായി പുത്തൻ തേര ഒരുക്കിയിരിക്കുന്നത്. രണ്ട് കരയോഗങ്ങളുടെയും ദേവസ്വത്തിന്റെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു രഥത്തിന്റെ നിർമ്മാണം. തടിയും പിച്ചളയും ബലത്തിനായി ലേശം ഇരുമ്പും തച്ചുപണികൾ കൂടി പൂർത്തിയായപ്പോൾ തലയെടുപ്പോടെ അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രം ദേവസ്വത്തിൽ ഉയർന്നു നിൽക്കുകയാണ് മുരുക ഭഗവാനുള്ള പുതിയ തേര്. എന്റെ പേര് മഹേഷ് എന്നാണ്. ഇവിടുത്തെ ആശാരിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുരുകന്റെ നേരിട്ടുള്ളൊരു നിയോഗമായിട്ട് ഞാൻ ഇപ്പോഴും വരെ കാണുന്നത്. ഏകദേശം നമുക്കൊരു 100 കുബിക്കോളം തടി ആഞ്ഞിലി തടിയുടെ കാതിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ 100-125ഓളം തച്ച് പണികൾ ഇതിനാകുന്നുണ്ട്. നമ്മളിത് ശാസ്ത്രീയപരമായിട്ട് 16 കോലേട്ടം നമ്മളുടെ കണക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വളവും തിരിവുള്ളിടത്ത് കുറച്ച് ഇരുമ്പ് കയറ്റുന്നത് മാത്രമേ ഉള്ളൂ. അനേകം വർഷങ്ങളായി ആനപ്പുറത്ത് എഴുന്നള്ളിയിരുന്ന മുരുക ഭഗവാന്റെ തിടമ്പ് ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിൽ പുതിയ തേരിലാണ് എഴുന്നള്ളിക്കുന്നത്. പഴനിയില് തങ്കത്തേരിലാണ് ഭഗവാൻ എഴുന്നള്ളിക്കുന്നത്. അതേ ആശയമാണ് ഇവിടെ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ആജീവനാന്തം നമ്മുടെ ക്ഷേത്രത്തിന്റെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പൊ എത്ര കാലം ഉണ്ടായാലും നമുക്ക് ആന എന്നുള്ള ആ കൺസെപ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്യാം. ഭാരിച്ചൊരു ചെലവ് ഒഴിവാക്കാൻ പറ്റും. ആനകളെ കൃത്യമായ അകലം പാലിച്ച് ഉത്സവങ്ങളിൽ അണിനിരത്തണമെന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ സ്ഥലപരിമിതികൾ പരിഗണിച്ചാണ് നവംബറിൽ നടന്ന സപ്താഹയജ്ഞത്തിൽ വെച്ച് യജ്ഞാചാര്യൻ KD രാമകൃഷ്ണൻ പുതിയ തേര് എന്ന പ്രഖ്യാപനം മുന്നോട്ട് വെച്ചത്. എന്റെ പേര് KK വാസവൻ, ശ്രീകുമാരവിലാസം ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ്. നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പ്രകാരം ആന എഴുന്നള്ളത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വളരെ നിർണായകമായ ഒരു പ്രശ്നങ്ങളാണ് അതിനകത്തുള്ളത്. നമ്മളുടെ ഒരു ആനയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപയോളം ക്ഷേത്രത്തിന് മുതൽ മുടക്കുണ്ട്. അത് ബുദ്ധിമുട്ടായി വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു ആശയം വരികയും ആ ആശയത്തിൻ്റെ പുറത്ത് തീരുമാനമാകുകയും ഇപ്പോൾ മരപ്പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്തു പോകുന്നു. തുടർന്ന് 2 കരയോഗങ്ങളും ക്ഷേത്രം ദേവസ്വവും 12 പോഷക സംഘങ്ങളും ഭക്തജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പുതിയ തേര് ഒരുക്കിയിരിക്കുന്നത്. 18 നമ്പർ കരയോഗവും 19 നമ്പർ കരയോഗവും ദേവസ്വത്തിന്റെയും ഭരണസമിതികൾ ഒന്നിച്ചാണ് ഉത്സവം ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായി പൊതുയോഗത്തിൽ അവതരിപ്പിച്ച ആനയെ നമുക്ക് താൽക്കാലം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആനയെ വേണ്ടെന്നുള്ള തീരുമാനവും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുയോഗം പാസ്സാക്കിയ ഇതിന് നിർമ്മാണ കമ്മിറ്റി എടുക്കുകയും ആ നിർമ്മാണ കമ്മിറ്റിയുടെ ഭാഗത്താണ് ഈ 15 ലക്ഷം രൂപ അത് കണ്ടെത്താനുള്ള ഭാഗമായി ഇതിന്റെ ഏകദേശം ഒരു പണി ഇപ്പം മരപ്പണി എന്തായാലും ഇന്നത്തോട് തീർന്നു. അതിന്റെ പണിക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ചെമ്പിന്റെ പരിപാടിയാണ്. രഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് മാത്രം, പിന്നെ 2 സംഘടനയുടെ പകൽപൂരങ്ങൾക്കും മാത്രം ഉപയോഗിക്കുക. അതിന് മാത്രമാണ് ഇപ്പോഴത് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ആന ചെയ്യുന്ന അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഭഗവാനെ തിടമ്പ് മുഴുവൻ കയറ്റുന്നത് ഈ രഥത്തിൽ. അതിനാണ് നമ്മളിത് മെയിനായിട്ട് എടുക്കുന്നത്. രഥം നിർമ്മിക്കുന്നതിനായി എത്തിയവരും ഭഗവാനു വേണ്ടി ഈ പുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണുള്ളത്. ഭഗവാന്റെ തേരിന് അതിന്റെ പിച്ചളുടെ ആ ചിത്രപ്പണികളും എല്ലാം ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നിയോഗം ഉണ്ടാകുമ്പോൾ എന്ത് തോന്നുന്നു? ഭഗവാന്റെ ഒരു അനുഗ്രഹം അനുഗ്രഹമായിട്ടാണ് നടക്കുന്നത്. എത്ര ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുള്ള 4 മണപ്പുറമൊക്കെ ഞാൻ ചെയ്യാൻ പറ്റത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശബരിമലയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായി ഇത്തരത്തിൽ ചെയ്യുന്നു? അത് പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്. ഞാൻ വിശ്വകർമ്മ സമുദായ തൊഴിലാണ്. അതിൻ്റെ മുമ്പ് എനിക്ക് 57 വയസ്സായി. 9 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. എത്ര നാളത്തെ ഒരു ജോലി ഉണ്ടാകും? 1 മാസം. ഇതിലിപ്പോ ഈ പിച്ചള എന്തുമാത്രം പിച്ചള നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും? ഇതിനകത്ത് ഒരു 110 കിലോ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടി വരാനേ സാധ്യതയുള്ളൂ. 1968 പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം 1997 പുതിയ ചുറ്റമ്പലത്തോടുകൂടെ പുതുക്കി പണിതപ്പോൾ പ്രതിഷ്ഠകളെല്ലാം പ്രത്യേകം മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. തൈപ്പൂയ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. 6-ാം ദിവസം അരൂർ മുക്കത്ത് നിന്നും 7-ാം ദിവസം അരൂക്കുറ്റിയിൽ നിന്നും നടക്കുന്ന കാവടി ഘോഷയാത്രകൾ ഏറ്റവും ഭക്തി നിർഭരവും മനോഹരവുമാണ്. ഈ ഘോഷയാത്രകളിൽ ഇനി മുതൽ ഭഗവാന്റെ തിടമ്പ് തേരിലായിരിക്കും എഴുന്നള്ളിക്കുക. ഇവിടെ നിന്ന് കാലാകാലങ്ങളായിട്ട് 2 സ്ഥലത്തുനിന്ന് പകൽപുരം വരുന്നത്. 6-ാമത്തെ ദിവസം അരൂർ മുക്കത്തിൽ നിന്നും 7-ാമത്തെ ദിവസം അരൂക്കുറ്റി ഫെറിയിൽ നിന്നും കാവടി ഘോഷയാത്രയോടെയാണ് വരുന്നത്. അപ്പൊ ഈ 2 സ്ഥലങ്ങളിലേക്കും ദേവസ്വം വക ആനേനെ കൊണ്ടുപോകാറുണ്ട്. ആ ആനേനെ ഇപ്പൊ എഴുന്നള്ളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ആയതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും എല്ലാവരുടെയും സഹകരണങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് ഇതിലേക്കുണ്ട്. ഇത് തുടക്കത്തിൽ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതെങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ
തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സഹകരണം, എല്ലാവരും വളരെ ഭംഗിയായിട്ട് രഥം പണിയുന്നതിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എല്ലാവരും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ദേവസ്വം മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.